ജനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ. ബാല്യവും കൗമാരവും. ദമ്പതിമാരെ ബാല്യം കൊണ്ടേവൻ രഞ്ജിപ്പിച്ചു, സമ്പ്രതി കൗമാരവും സംപ്രാപിച്ചിതു മെല്ലെ. വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകം ഉപനിച്ചിതു ബാലന്മാരെ. ശ്രുതികളോട് പുനരംഗങ്ങൾ ഉപാംഗങ്ങൾ സ്മൃതികളും ഉപസ്മൃതികളും അശ്രമമെല്ലാം പാഠമായതു പാർത്താൽ എന്തൊരത്ഭുതം. അവ പാഠവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ. സകല ചരാചര ഗുരുവായി മറുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും. സഹസ്രപത്രോത്ഭവപുത്രനാം വസിഷ്ഠന്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാവതോർത്താൽ. ധനുർവേദാംബോ നിധിപ്പരകന്മാരായി വന്നു തനയന്മാരെന്നത് കണ്ടോരു ദശരഥൻ. മനസ്സി വളർന്നോരു പരമാനന്ദം പൂണ്ടു മുനിനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി. ആമോദം വളർന്നുള്ളിൽ സേവ്യ സേവക ഭാവൻ രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ. കോമളന്മാരായി മേവും ഭരത ശത്രുഘ്നന്മാർ സമീപൃത്യകാഭാവം കൈക്കൊണ്ടാരനുദിനം. രാഘവനതുകാലമേകഥാ കൗതൂഹലാൽ വേഗമേറിടുന്നൊരു തുരകരഥമേറി പ്രാണസംവിധനായ ലക്ഷ്മണനോടും ചേർന്നു ബാണത്തൂണിര് ബാണാസന പൂണികൾ പൂണ്ടു കാനനദേശേ നടന്നിടിനാൻ. നായാട്ടിനായി കണായ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൻ. ഹരിണ ഹരി കരി കരടി കിടികിരി ഹരിശാർദൂലാദികളമമിതം വന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു. ജനകൻ കാൽക്കൽ വെച്ച് വിധിച്ച വണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ. നിത്യവും ഉഷസ്തുത്തായ കുളിച്ചൂത്ത ഭക്തി കൈക്കൊണ്ട് സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനക ജനനിമാചരണാംബുജം വന്ദിച്ച് അനുജനോട് ചേർന്ന പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു. ദണ്ഡനീതി നീങ്ങാതെ ലോകന്തങ്ങൾ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു. ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്ന് സന്തുഷ്ടാത്മനാ മൃഷ്ടഭോജനം കഴിച്ചതാം. ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദലീന ചേതസാ നിത്യം. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തേവം ഭൂമിപാലക വൃത്തി കൈക്കൊണ്ടുവാണിടിനാൻ. ചേതസാ വിചാരിച്ചു കൺകിലോ പരമാർത്ഥമേതുമേ ചെയ്യുന്നോനല്ലോ വികാരവും. ചിന്തിക്കിൽ പരിണാമമില്ലാതൊരു ആത്മാനന്ദം എന്തൊരു മഹാമായ വൈഭവം. ചിത്രം ചിത്രം കാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനും അയോധ്യയ്ക്ക് മാറെഴുന്നള്ളിയിടിനാൻ. രാമനായി അവനിയിൽ മായ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടോരു പരമാത്മം. സത്യജ്ഞാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞാം ഭക്തിയോടെ. കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു. വിധി നന്ദനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു. വന്നിച്ചു നിന്നു ഭക്തിയാ സസ്മിതം മുനിവരൻ തന്നോട് ചൊല്ലിയിടിനാൻ. അസ്മജ്ജന്മവും എന്നു വന്നിതു സഫലമായി. നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥ തന്ത്രാത്മാവായതു ഞാനികാത്ത പോനിതേ. ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടം ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും. എന്തൊന്ന് ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുവടിയരുൾ ചെയ്യണം ദയാനിതേ. എന്നാൽ ആകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസകുലപതേ. വിശ്വാമിത്രനും പ്രീതനായരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോടു ദശരഥനോടതു നേരം. ജ്ഞാനമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ച് ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീജ സുബാഹുമുഖ്യന്മാരാം നക്തഞ്ചരന്മാർ ഇരുവരും അനുചരന്മാരായുള്ളോരും. അവരെ നിഗ്രഹിച്ച് യാഗത്തെ രക്ഷിപ്പാനായവനീപതേ രാമദേവനെ അയക്കണം. പുഷ്കരോത്ഭവപുത്രൻ തന്നോട് നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ. നല്ലതു വന്നിടുക നിനക്കു മഹീപതേ കല്യാണമതേ കരുണാനിതേ നരപതേ. ചിന്താചഞ്ചലനായ ഭക്തിസ്യന്തന ധ്രുവൻ മന്ത്രിച്ചു ഗുരുവിടോടെ ഗാന്ധേ ചൊല്ലിയിടിനാൻ. എന്തു ചെയ്വതു ഗുരു നന്ദനൻ തന്നെ മമ സന്ധിച്ചിട
നേടിയിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കുതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ചതനേനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമന് നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. എന്തോന്ന് നല്ലതിപ്പോൾ എന്നു നിന്തിരുപടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ. മാനുഷനല്ല രാമൻ മാനവശിഖാമണേ, മാനമില്ലാതെ പരമാത്മാവു സദാനന്ദൻ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുടെ തനേനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചതോ വൈകുണ്ഠൻ നാരായണൻ. നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ, മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി തന്നുടെ പത്നിയാകും അതിഥി കൗസല്യ കേളം ഇരുവരും കൂടി സന്തതി ഉണ്ടാവാനായി ബഹുവത്സരം ഉഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുകുരാത്മനി വിഷ്ണുപൂജാധ്യാനാദിയോടും. ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു നീ വാങ്ങിക്കൊൾ വരമെന്നാൻ. പുത്രനായി പിറക്കേണം എനിക്ക് ഭവാൻ എന്നു സത്തരപേക്ഷിച്ച കാരണം ഇന്നു നാഥൻ. പുത്രനായി പിറന്നിതു രാമൻ എന്നറിഞ്ഞാലും പൃഥ്വീന്ദ്രാശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും. ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശങ്ക കൈവിട്ടു കേട്ടു കൊണ്ടാലും ഇനിയും നീ യോഗമായാദേവിയും സീതയായി മിഥിലയിൽ യാഗമേലായാം അയോനിജയായി ഉണ്ടായി വന്നു. ആഗതനായാൻ വിശ്വാമിത്രൻ അവർ തമ്മിൽ യോഗം കൂട്ടിയിടും അതിനെന്നറിഞ്ഞിടണം നീ. എത്രയും ഗുഹ്യം ഇത് വക്തവ്യമല്ലതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലും എന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരികയെന്നരികെ ചേർത്തു മാറിലണച്ചു ഗാഠം ഗാഠം. പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്നൊര ചെയ്താൻ. ജനക ജനനിമാർ ചരണാംബുജം കുപ്പി മുനിനായകൻ ഗുരുവാദവും വന്നിച്ചുടൻ. വിശ്വാമിത്രനെ ചെന്നു വന്നിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും. ചാപതോണീരാബാണ ഗഡ്ഗപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികമുനി യാത്രയും അയപ്പിച്ച ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നോ വിശ്വാമിത്രൻ. മന്ദം പോയി ചില ദേശം കിടന്നോരനന്തരം ദഹാസവം പൂണ്ടങ്ങരുളി ചെയ്തു മുനി. രാമ രാഘവ രാമ ലക്ഷ്മണ കുമാര കേൾക്കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നത് മൂലം. ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മഹാത്മ്യമേറുന്നൊരു വിദ്യകൾ ഇവ രണ്ടും. ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ. ദേവനിർമ്മിതകൾ ഈ വിദ്യകൾ എന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. ക്ഷൽപിവാസാദികളും തീർന്ന ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം കൂടെ സ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമ വാരിതേ രാമ പോകുമാറില്ല ഈ വഴി ആരുമേ ഇത് കാലം. കാടിത് കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിയിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പില്ല ഭുവനവാസി ജനം. ഭുവനേശ്വര പോറ്റി കൊല്ലണം ഇവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്നും ആ മുനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒരു ചെറുഞാണലി ചെയ്തു രാമനെല്ലാ ലോകവും ഒന്നു വിറച്ചീതതു നേരം. ചെറുഞാണൊലി കേട്ട് കോപിച്ചു നിശാചരി പിരികെ വേഗത്തോടും അടുത്തു ഭക്ഷിപ്പാനായി. അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടിതൂ രാമബാണം. പാരതിൽ മലചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ചരിയായ ഒരു യക്ഷിദാനം പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാം. കൗശികമനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെ എല്ലാം ആശു രാഘവൻ ഉപദേശിച്ചു സലക്ഷ്മണം.
നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമ്യാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു. യാത്രയും തുടങ്ങിനാരാസ്തയാ പുലർകാലേ. പൊക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്നിച്ചാരുതു നേരം. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ട് മുനിമാരും സൽക്കാരം ചെയ്താർ. വിശ്രമിച്ചനന്തരൻ രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തോ. താപസോത്തമ ഭവാൻ ദീക്ഷിക്കയാകമിനി താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തും. ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ട് ഞാൻ തപോനിതേ. യാഗവും ദീക്ഷിച്ചിതു കൗശികനതു കാലമാഗമിച്ചിതു നസ്തഞ്ചരന്മാർ പടയുമായി. മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിനാരതു നേരം. പാരാതെ 2 ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ. കൊന്നിതു സുബാഹുവാം അവനെ 1 ശരം അന്നേരം. മാരീചനം ഭീതി പൂണ്ടോടിയിടിനാൻ. ചെന്നിതു രാമബാണം പിന്നാലെ കൂടകിനായേറി 1 യോജന പാഞ്ഞാനവൻ. ആർണവന്തനിൽ ചെന്നു വീണിതു മാരീചനം അന്നേരം. അവിടെയും ചെന്നിതു ദഹിപ്പാനായി. പിന്നെ മറ്റെങ്ങും 1 ശരണമില്ലാഞ്ഞവൻ. എന്നെ രക്ഷിക്കണമെന്ന അഭയം ബുക്കിയിടിനാൻ. ഭക്തവത്സലൻ അഭയം കൊടുത്തതു മൂലം ഭക്തനായി വന്നാൻ. അന്നു തുടങ്ങി മാരീചനം. പറ്റൽ കുലകാലനാകിയ സൗമിത്രിയം മറ്റുള്ള പടയെല്ലാം കുന്നിതു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തതു സന്തോഷത്താൽ. ദേവദുന്ദുബികളും ഘോഷിച്ചീതതു നേരം. യക്ഷകിന്നരാ സിദ്ധചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കുപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്ന അശ്രുപൂർണാദ്രാകുല നേത്രപത്മങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും ഭുജിപ്പിച്ചിതു വാത്സല്യത്താൽ. 2-3 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികൻ അവരുമായി അരുൾ ചെയ്തിതു. 4-ാം ദിവസം പിന്നെ മുനി അരുത് വൃഥാകാലം കളകെന്നുള്ളതേതും. ജനകമഹീപതി തന്നുടെ മഹായജ്ഞമിനി വൈകാതെ കാണാൻ പോകതാം വത്സന്മാരെ. ചൊല്ലിയും ത്രയംബകമാകിയ മഹേശ്വരവില്ലുണ്ട് വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്ന പുരാഭൂമി ബാലേന്ദ്രന്മാരാൽ അർച്ചിതം അനുദിനം. ക്ഷോണിപാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്തമാകിയ ധനൂരത്നം. താപസേന്ദ്രന്മാരോടും ഇവണ്ണവരുൾ ചെയ്തു. ഭൂപതി ബാലന്മാരും കൂടെ പോയി. വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം. തത്ര ശോഭ പൂണ്ടോരു പുണ്യദേശം ആനന്ദപ്രദം. ദിവ്യപാദഫലതാ കുസുമഫലങ്ങളാൽ സർവമോഹനകരം ജന്തു സഞ്ജയഹീനം. കണ്ടു കൗതുകം പൂണ്ട വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേഷൻ അനുവീണ്ണമരുൾ ചെയ്തോ. ആശ്രമപദമിതമാർക്കുള്ളൂ മനോഹരമാ ശ്രീയോഗ്യം. നാനാജന്തു സംവീതം ദാനം. എത്രയും ആഹ്ലാദമുണ്ടായതു മനസ്സിമേ തത്വം എന്തെന്തരുൾ ചെയ്യണം തപോനിതേ. ഹല്യാമോക്ഷം നത് കേട്ട് വിശ്വാമിത്രന് മുര ചെയ്തു വന്നകശായി പരൻ തന്നോട് പരമാർത്ഥം. കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാ നീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമമുനി. ഗംഗാരോദസി നല്ലൊരാശ്രമത്തിങ്കൽ അത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴുങ്കാലം. ലോകേശൻ നിജസുതയായുള്ളോരഹല്യാ ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമമുനീന്ദ്രന് കൊടുത്തു വിധാതാവും. കൗതുകം പൂണ്ട് ഭാര്യാഭർത്തകന്മാരായവർ ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമമുനീന്ദ്രനും. തന്നുടെ ഭഗ്നിയായോരഹല്യയോടും ചേർന്ന് വർണ്ണശാലയിൽ അത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്യവന്നം കുസുമായുധവശനായാൻ. ചെന്തൊണ്ടി വായ്മലരും ബന്ധുക്കും മുലകളും ചെന്തമേറും തുടക്കാവും ആസ്വദിപ്പതിനെന്തൊരു കഴിവെന്ന് ചിന്തിച്ചു ശതമകൻ. ചെന്താർ ബാണാർത്തി കൊണ്ട് സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദര ഗാത്രീരൂപം ചിന്തിച്ചന്തനായി വന്നാനല്ലോ. അന്തരാത്മനി വിബുധേന്ദ്രനും അതിരിപ്പോൾ അന്തരം കൂടാതെ ഒരന്തരം എന്തെന്നോർത്തു. ലോകേശാത്മജ സുതനന്ദനനുടെ ഉപം നായകൻ കൈക്കൊണ്ടന്തിയാം മാതിയിങ്കൽ. സന്ധ്യാവന്ദനത്തിന് ഗൗതമൻ പോയ നേരം അന്തരാപുക്കാനുട ജാന്തരേ പരവശാൽ. സുത്രാമഹല്യെ പ്രാപിച്ചു സംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും. മിത്രൻ തൻ ഉദയമൊട്ടടുത്തിയിലെന്ന് കണ്ട ബുദ്ധ സന്ദേഹം ചെന്ന നേരത്തു കണായി വന്നു.
വൃത്രാരാധിക്കും അനുശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായ ത്രയംബേ പതുപൂണ്ട നിന്നാൻ. തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ട് അതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും, നില്ലാരാകുന്നതെന്തി ദുഷ്ടാത്മാവേ, ചൊല്ലെന്നോട് നീ എല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാൻ എന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി. സത്യം എന്നോട് ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറകായിൽ ഭസ്മമാക്കുവനിപ്പോൾ. ചൊല്ലിനാനതു നേരം തപസേന്ദ്രനെ നോക്കി സുർലോകാധിപനായ കാമകിങ്കരനഹം. വല്ലായ്മയെല്ലാം അകപ്പെട്ടിത് മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പുറത്തു കൊള്ളണമേ. സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ബലമെല്ലാം. താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ച ആശ്രമം അകമ്പൊക്കപ്പോൾ അഹല്യം വേപത പൂണ്ട് നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ. കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ, ദുഷ്ടമാനസേ തവ സാമർത്ഥ്യം നന്നു ഭാരം. ദുഷ്കൃതമൊടുങ്ങുവാൻ ഇതിന്നു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവൃതങ്കാമകിങ്കരി. ശിലാരൂപവും കൈക്കൊണ്ടു നീ രമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കേണം. നീഹാരാതപ വായുവർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാ ജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ. കാനനദേശേ മതിയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നുള്ളും രാമദേവനും അനുജനും. ശ്രീരാമപാദാംബൂജ സ്പർശമുണ്ടായിടുന്നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ട് കൂപ്പിനാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്ന് ഭൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനിഹിമവൽ പാർശ്വം പൂക്കാൾ അന്ന് തൊട്ടിവിടെ വാണിയിടിനാൾ അഹല്യം. നിന്തിരുമലരടിച്ചെന്തളിർപ്പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്ന് ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ട് സന്തതം വസിക്കുന്നു. സന്തോഷ സന്താനമേ ചിന്താമണേ. ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കൽമഷം അശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണം എന്ന് തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവി. എന്നാൽ ഗാദിനന്ദനൻ ദാശരഥിയോടെ പറഞ്ഞാശു തൃക്കയ്യം പിടിച്ചുടജാങ്കണം ബുക്കാൻ. ഉഗ്രമാം തപസ്സോടും ഇരിക്കും ശിലാരൂപം അഗ്രേ കണ്ടെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വച്ചിതോ രാമദേവൻ. ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കണായി ദഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാമതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശികമനിയോടും താപസഞ്ജയം നീങ്ങമാർ സോദരനോടും ശാപനാശനകരനായ ഒരു ദേവൻ തന്നെ ചവപാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷത്തോടും സുസ്മിത വക്ത്രത്തോടും ശ്രീവാസാംബുജാതള സന്നിപനേത്രത്തോടും വാസവ നീലമണി സംഘാശഗാത്രത്തോടും വാസവാദ്യവുമരോഗവന്ദിത പാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായി ദഹല്യയ്ക്കും. തന്നുടെ ഭർത്താവായ ഗൗതമതബോധനൻ തന്നോട് മുന്നവര ചെയ്തതും ഓർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥനർണോജു വിലോചനൻ പത്മജാമനോഹരൻ ഇത്തം ആത്മനി ചിന്തിച്ചുത്താനം ചെയ്തു ഭക്തിയാസത്തരം അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചിടിനാൻ. സന്തോഷാശ്രുക്കളൊഴുകിയിടം നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ ചിത്തകാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്താനം ചെയ്ത മുഖുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ഗാത്രത്തോടും വ്യക്തമല്ലാതെ വന്ന ഗൽഗതവർണ്ണത്തോടും അദ്വയനായോരനാദ്യ സ്വരൂപനെ കണ്ട് സദ്യോജാതാനന്ദാബ്ദി മഗ്നയായി സ്തുതി ചെയ്താൾ. ഹല്യാസ്തുതി ജ്ഞാനഹോ കൃതാർത്ഥയായ ജഗന്നാഥ നിന്നെ കാണായി വന്നത് മൂലം അത്രയുമല്ല ചൊല്ലാം. പത്മചരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മ സംലഗ്നപാം ശ്ലേഷം എന്നെനിക്കല്ലോ
സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും ഇത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപതി മർത്തിഭാവേന വിമോഹിപ്പിച്ചിടുന്ന ദേവം ആനന്ദമയനായോരധികായികൻ പൂർണ്ണന്യൂനാതിരേക ശൂരൻ അജൽനല്ലോ ഭവാൻ ത്വൽപദാംബുജപ്പാം സുപവിത്ര ഭഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതിൽ പ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും ത്വൽപാദസ്പർശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യം എന്തു വർണ്ണിപ്പത് വൈകുണ്ഠാതൽ കുണ്ടാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു മർത്യനായി അവതരിച്ച ഒരു പുരുഷൻ ദേവം ചിത്തമോഹനൻ രമണീയ ദേഹിനൻ രാമം ശുദ്ധം അത്ഭുത വീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം നിത്യം അവ്യയം ഭജിച്ചിടുന്നേൻ ഇനി നിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു പദാംബുജമാരായി നിതവേദം യാതൊരു നാഭിതനിൽ ഉണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നിത് മഹാദേവൻ ചേതസാദൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ ദാനം ഭാരതീ രമണനും ഭാരതീ ദേവിദാനം ബ്രഹ്മലോകത്തെങ്കിൽ നിന്ന് അന്വകം കീർത്തിക്കുന്ന കൽമഷഹരൻ രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്ന ആനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ ആദ്യൻ അദ്വൈനേകന വ്യക്തനാകുലൻ വേദ്യൻ എല്ലാരാലും എന്നാലും വേദാന്ത വേദ്യൻ പരമൻ പരാവരൻ പരമാത്മാവുപരൻ പരബ്രഹ്മാഗ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരുക്കാരുണ്യമൂർത്തി ഭുവന മനോഹരമായ ഒരു രൂപം പൂണ്ട് ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങനെ ഭക്തിയാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ സ്വതന്ത്രൻ പരിപൂർണ അനന്താത്മാരാമനതന്ത്രജൻ നിജമായ ഗുണബിംബിതനായി ജഗതുൽഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മവിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ടു വേദരൂപങ്ങൾ കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്ത വേദ്യൻ മമ ഛേദസീ വസിക്കേണം രാമാരാഘവ പാദപങ്കജം നമോസ്തുതേ ശ്രീമയം ശ്രീദേവി പാണിദ്വയവത്മാർച്ചിതം മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനുദ്യേയം മാനാർത്ഥം ക്രമാക്രാന്ത ജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷളിതം പത്മോപമം നിർമ്മലം ശംഖചക്ര കുലിശ മത്സ്യാങ്കിതം മന്മനോ നികേതനം കൽമഷ വിനാശനം നിർമ്മലാത്മനം പരമാസ്പദം നമോസ്തുതേ ജഗദാശ്രയൻ ഭവാൻ ജഗത്തായതും ഭവാൻ ജഗദാമാതിഭൂതനായ ലംഭവാനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ അജൻ അവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ ഭജസാം വിഷയമല്ലാതൊരു ആനന്ദമല്ലോ വാച്യവാചകോ വൈവേദേന ജഗന്മയൻ വാച്യനായി വരേണമേ വാക്കിനു സദാ മമ കാര്യകാരണകർത്തൃബലവോ സാധനഭേദമായ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു കേവലം എന്നാകിലും നിന്തിരുവടിയത് സേവകന്മാർക്ക് പോലും അറിവാൻ അരുതല്ലോ തന്മായ വിമോഹിത ചേതസാമജ്ഞാനിനം തന്മാക്യർപ്പങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മനുഷ്യൻ എന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തും അകത്തും എല്ലായിടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നു നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധൻ അദ്വയൻ സമൻ നിത്യൻ നിർമ്മലൻ ഏകൻ ബുദ്ധൻ അവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകാരൻ സത്വാദി ഗുണത്രയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്താനാം മുക്തിപ്രദൻ യുക്താന യോഗപ്രദൻ സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തത്വധാര ആത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു സച്ചിൽ ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതൻ ആദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായത്രയം മൂഢാത്മാവായ അന്തയായുള്ളൊരു ഞാൻ എങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വം എന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ എത്ര കുത്രാഭിവസിച്ചിടിലും എല്ലാ നാളും പൊൽത്തളീരടിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്ന് അഴിഞ്ഞവരെ ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ സമസ്ത കർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്ത അപരാധം ക്ഷമസ്വ ജഗൽപദേ
ജനന മരണ ദുഃഖാപകം ജഗന്നാഥം ദിനനായകോടി സദൃശ പ്രഭവം രാമം കരസാരസായുഗ സുദ്രതാശാരശാപം കരുണാകരം കാളതിലതാഭാസം രാമം കനകാരുദ്രദിവ്യാംബരമാവരം കനകോജ്വല രത്നകുണ്ടലാഞ്ചിതകണ്ഠം കമലാതലലോല വിമല വിലോചനം കമലോത്ഭവനദം മനസാരമമീടെ പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ ലോകേശാത്മജയാകും അഹല്യദാനം പിന്നെ ലോകേശ്വരനജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമനായ തന്റെ പതിയെ പ്രാപിച്ചുടനാദിയും തീർത്തു വസിച്ചിടിനാൾ അഹല്യയും ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന ഭവാൻ ശുദ്ധനായി അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും അത്രയെല്ലാം വരും ഐഹിക സൗഖ്യം മനുജന്മാർക്കും നൂനം. ഭക്ത്യാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതിൽ ജപിച്ചിടിൽ സാധിക്കും സകലവും. പുത്രാർത്ഥി ജപിക്കലോ നല്ല പുത്രന്മാരുണ്ടാം, അർത്ഥാർത്ഥി ജപിച്ചിടിൽ അർത്ഥവും ഏറ്റമുണ്ടാം. ഗുരുതൽപകൻ കനകസ്ഥേശ്വരാവായി ധരണീസുരഹന്ത പിതൃമാതൃകാ ഭോഗി പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത്യാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. സൽവൃത്തനെന്നായിടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ലേതും. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്.